ബിഗ് ബോസ് എവിടെ, ബിഗ് ബോസ് എവിടെ? ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. മലയാളം ബിഗ് ബോസ് സീസൺ 7 എപ്പോൾ തുടങ്ങും, എന്ന് തുടങ്ങും, എവിടെ വെച്ച് തുടങ്ങും? പക്ഷേ ഇനി ബിഗ് ബോസ് ഇല്ല. ഇനി മുതൽ ബിഗ് ബോസ് ഇല്ല. അതാണ്, നിങ്ങൾക്കറിയാമോ, നമ്മൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് കാര്യങ്ങളൊക്കെ അറിയാവോ? പിന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു, കന്നഡ ബിഗ് ബോസിന്റെ ഫിനാലെ കഴിഞ്ഞു, കന്നഡ ബിഗ് ബോസിന്റെ ഫിനാലെ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത് എന്ത് ബിഗ് ബോസാ ഉള്ളത്? മലയാളം ബിഗ് ബോസ് വരുമോ? ഈ ഒന്നും ഇല്ല, എല്ലാം തീർന്ന് പൂട്ടിക്കെട്ടി. പറയാം, കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ മലയാളം ബിഗ് ബോസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കിയുള്ള ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞിട്ട് മലയാളത്തിലോട്ട് വരാം. ബിഗ് ബോസ് 18 ഹിന്ദിയുടെ ഫിനാലെ കഴിഞ്ഞു. നമ്മുടെ തമിഴിൻ്റെ അതേ ദിവസം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തതേ ഇല്ല. കാരണം ഞാൻ തമിഴിൻ്റെ വീഡിയോസിലൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ഇത്തവണത്തെ ഹിന്ദി. അതുകൊണ്ട് ഡിസർവിങ് ആണോ അൺഡിസർവിങ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു 50% ഓഫ് ആൾക്കാർ പറയുന്നത് ഡിസർവിങ് ആണ്, സീസൺ 13 ശേഷം വന്നിട്ടുള്ള ഡിസർവിങ് ആണെന്ന് കേൾക്കുന്നു. അതേസമയം മറുഭാഗത്ത് ഇല്ല, ഡിസർവിങ് അല്ല, വിവ്യനാണ് ജയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഹിന്ദി ബിഗ് ബോസ് സീസൺ 18 കഴിഞ്ഞു. അതിനകത്ത് വിന്നർ കരൺവീർ ആണ്, റണ്ണറപ്പ് വിവ്യനാണ്, ടോപ്പ് 3 രജത്താണ്, ടോപ്പ് 4 അവിനാഷ്, ടോപ്പ് 5 ചം, ടോപ്പ് 6 ഈഷ. അപ്പം 6 പേരാണ് ഫിനാലയിൽ പോയത് കേട്ടോ, 6 പേര്. ഇനി അടുത്ത് ബിഗ് ബോസ് 11 കന്നഡ. മെനിങ്ങാന്നായിരുന്നു അതിൻ്റെ ഫിനാലെ, ഞായറാഴ്ചയായിരുന്നു ഫിനാലെ. ഞാൻ കണ്ടതാണ്, ഞാൻ ഫിനാലെ കണ്ടോണ്ടിരുന്നു. അതിനകത്തൊരു കോമൺ മാനാണ് ജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കന്നഡയിൽ. കാരണം അങ്ങനത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലായിരുന്നു, ഒരു കോമൺ, നമ്മളൊരു സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്ത് വേഷമാണ് ഇടുന്നത് അതുപോലത്തെ ഒരു, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കേരള ടച്ച് അല്ലെങ്കിൽ ഒരു ആന്ധ്ര ടച്ച്, ഒരു തമിഴ്നാട് ടച്ച് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതേ കോസ്റ്റ്യൂമിലാണ് ജയിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അയ്യോ ഫിനാലെ ആകുമ്പോൾ കുറച്ചൊരു കോട്ടൺ സ്യൂട്ട്, ഒരു വെറൈറ്റി ഡ്രസ്സൊക്കെ വരത്തില്ലേ എന്ന് നോക്കിയിരുന്നു. പക്ഷെ അയാൾ ജയിച്ചു. ആളുടെ പേര് ഹനുമന്തു എന്നാണ്. ഹനുമന്താണ് ജയിച്ചത് വിന്നർ. റണ്ണറപ്പ് ത്രിവിക്രമാണ്. ടോപ്പ് 3 രജത്ത്. ഹിന്ദി ബിഗ് ബോസിലും ടോപ്പ് 3 രജത്ത്, തമിഴ് ബിഗ് ബോസിലും ടോപ്പ് 3 നമ്മുടെ കന്നഡ ബിഗ് ബോസിലും ടോപ്പ് 3 രജത്ത്. അടുത്ത ടോപ്പ് 4 മോക്ഷിതയാണ്, ടോപ്പ് 5 മഞ്ജു ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കന്നഡ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ബിഗ് ബോസ് 8 തമിഴ് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ. കുറേ പേരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അല്ലാത്തവർ കാണുന്നുണ്ടായിരുന്നിരിക്കാം. അതും ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. വിന്നർ മുത്തുവാണ്, സൗന്ദര്യയാണ് റണ്ണറപ്പ്, ടോപ്പ് 3 വിശാല്, ടോപ്പ് 4 പവിത്ര, ടോപ്പ് 5 റയാൻ. അപ്പോൾ ഇതാണ് ബിഗ് ബോസുകളുടെ അപ്ഡേറ്റ്. ഇപ്പം കഴിഞ്ഞു പോയ ബിഗ് ബോസുകളുടെ അപ്ഡേറ്റ് ഇതാണ്. ഇനി നമ്മുടെ മലയാളം ബിഗ് ബോസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി ബിഗ് ബോസ് ഒന്നും നമുക്കില്ല. കുറേ നാളത്തേക്ക് ഇനി നമുക്ക് ബിഗ് ബോസ് ഇല്ല. കാരണം ഇപ്പം സാധാരണ മലയാളം ബിഗ് ബോസിൻ്റെ സമയമാണ്. ഏത് ഒരു ജനുവരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുകളും കുറേ ഓഡിഷൻ പോകുന്നവരുടെ ലിസ്റ്റുകളും ഒക്കെ വരും. ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ ലോഗോ വരും, അതിൻ്റെ വിശേഷങ്ങളായി ലാലേട്ടൻ്റെ പ്രൊമോയുടെ ഷൂട്ടിങ്ങായി അത് വരുന്നു, കൺഫേംഡ് ലിസ്റ്റ് വരുന്നു, സീസൺ തുടങ്ങുന്നു. ഒരു ജൂൺ ജൂലൈ വരെ നമ്മുടെ സീസൺ ഒരു പൊടി പൂരമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നമ്മളങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ശോകമൂകമായ അവസ്ഥയാണ്. എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഐ ഹാവ് നോ ആൻസർ. കാരണം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് മെയ് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏപ്രിലൊന്നും പ്രതീക്ഷിക്കേണ്ട, മെയ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മെയ്യും പറയുന്നില്ല, ഞാനൊരു ഡേറ്റ് പറയണില്ല. കാരണം ഞാൻ 2 കേസ് അറിഞ്ഞു. 2 കേസ് അറിഞ്ഞു. ഇത് രണ്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന കേസ്. ഒന്ന് നേരത്തെ തുടങ്ങുമെന്നും ഒന്ന് താമസിച്ച് തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. ഇത് രണ്ടിൽ ഏതാണ് കുറച്ചും കൂടി ഒരു കൺഫേംഡ് ആവണമെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. താമസിച്ച് തുടങ്ങാനാണ് സാധ്യത. കാരണം ഇതുവരെ ഈ നിമിഷം വരെയും ഓഡീഷൻ കോൾ ആരെയും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നേരത്തെ തുടങ്ങൂല, താമസിച്ച് തന്നെ ആയിരിക്കും. അത് ഈ മെയ്യിൽ നിന്നും തള്ളിപ്പോവും. ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. സത്യം അപ്പം ഞാൻ ഓഗസ്റ്റാ, ജൂലൈയിലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഞാൻ അറിയുവാണെങ്കിൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്യേണ്ട. കുറേ പേര് ഞാൻ കാണുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള പല ഗ്രൂപ്പുകളിലൊക്കെ നമ്മളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ലോഗോ വരാൻ സമയമായി, ലോഗോ ഉടനെ വരും, ചെന്നൈയിൽ വെച്ചാണ്, മുംബൈയിൽ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇപ്പോൾ എൻ്റെ ലിസ്റ്റ് തന്നെ ഒരു 100 അതേപോലെ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അതൊക്കെ ഞാൻ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതെന്ന് വിശ്വസിക്കരുത് കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്, പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ട സമയത്ത് അല്ലെങ്കിൽ ഓഡിഷൻ കോളിൻ്റെ ലിസ്റ്റൊക്കെ ഇട്ട സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവരെയൊക്കെ വിളിക്കുമായിരിക്കാം, ഇവരെയൊക്കെ ട്രെൻഡിങ് ആയിരിക്കാം,
നിങ്ങൾ അതിനുശേഷം ഒരു 100 വീഡിയോ പോയി യൂട്യൂബിൽ എടുത്ത് നോക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞ 10 പേരിൽ ഒരു 9 പേരും അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒഫീഷ്യൽ ലിസ്റ്റ് അല്ല, ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ പറഞ്ഞതാണ്. ഇവരൊക്കെ വന്നേക്കും, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞാലും കുറെ പേര് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വന്നേക്കാം, ഇപ്പൊ ട്രെൻഡിങ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ വൈറലാണ്. ആ സാധനം പറഞ്ഞതിനെ വരെ എടുത്തൊരു 100 വീഡിയോ ഞാനിങ്ങനെ ഇതെന്താ സംഭവം, എനിക്ക് തോന്നുന്ന ഐഡിയ എൻ്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതൊരു 100 വീഡിയോ ആയിട്ട് മാറി. ഞാൻ ഇങ്ങനെ, പക്ഷെ എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ പറഞ്ഞവരൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഒത്തിരി പേര് കണ്ടപ്പോൾ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. മലയാളം ബിഗ് ബോസിന്റെ കാര്യം ഒന്നുമേ അറിയില്ല, സ്വാഹയാണ് അവസ്ഥ. ഇനി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇല്ല എന്ന് പറയാൻ കാരണം, ഇനി ബിഗ് ബോസ് ഇല്ല. സാധാരണ നമുക്ക് ഒരു വർഷം ഏതെങ്കിലും ലാംഗ്വേജിലെ ബിഗ് ബോസ് എല്ലാ മാസവും ഉണ്ടായിരിക്കും. അഥവാ ഇനി ഗ്യാപ്പ് വന്നാലും 1-2 വർഷത്തെ ഗ്യാപ്പേ വരുള്ളൂ, എല്ലാ ബിഗ് ബോസും കാണും. ഇപ്പൊ നോക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, തീർന്ന്. കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അയ്യോ ബിഗ് ബോസ് ഒന്നുമില്ല, മലയാളം ബിഗ് ബോസും വരുന്നില്ല, തമിഴാണെങ്കിൽ തീരുകയും ചെയ്ത്, കന്നഡയും തീർന്നു, ഹിന്ദിയും തീർന്നു, ഇനി ഏത് കാണും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇനി പറയാനുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ OTT 4 വരികയാണ്. അതെ, OTT 4 ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജൂണിലായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് മുംബൈ സെറ്റ് കിട്ടാൻ സാധ്യത ഇല്ല. മുംബൈയിലെ സീസൺ 4, മലയാളം സീസൺ 4 വലിയ സെറ്റ് ഉണ്ടല്ലോ മുംബൈയിലെ മുംബൈ ഫിലിം സിറ്റി, ആ സെറ്റ് നമുക്ക് കിട്ടൂല, കാരണം OTT 4 ഉണ്ട്. OTT 4 വരുന്നുണ്ട്. അതിന്റെ ഹോസ്റ്റ് നമ്മുടെ രോഹിത് ഷെട്ടിയാണെന്ന് കേൾക്കുന്നുണ്ട്. ഖത്രോങ്കെ ഖിലാഡി ഇല്ലേ ഹിന്ദിയിലെ കളേഴ്സിലെ, അതിലെ രോഹിത് ഷെട്ടിയാണെന്ന് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അനിൽ കപൂർ സാറ് വരുമെന്ന് പറയുന്നുണ്ട്. സൽമാൻ സാർ ഇല്ല, സൽമാൻ സാർ റിജക്ട് ചെയ്തു, OTT സീസൺ 4 റിജക്ട് ചെയ്തു, പറ്റത്തില്ല മൂവിയുടെ ഷൂട്ട് കാരണം. അപ്പോൾ അവിടെ രോഹിത് ഷെട്ടി ആണെന്നൊക്കെ കേൾക്കുന്നു, അറിയത്തില്ല, ഞാൻ കൺഫേംഡ് പറയാനില്ല. ദെൻ അടുത്ത് പിന്നെ നമുക്ക് ഇനി ജൂണിലൊക്കെ നമുക്ക് ഇനി ബിഗ് ബോസ് ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മലയാളം ബിഗ് ബോസ് ഉണ്ടാകുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ. പക്ഷേ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മലയാളം ബിഗ് ബോസിന്റെ ലോഗോ, പ്രൊമോ ഒക്കെ വന്നു. കോമണേഴ്സ് പ്രൊമോ, അത് അപ്ലൈ ചെയ്യാനുള്ളത്, അതിന്റെ തിരക്ക്, ഓഡിഷൻ പോകുന്നവരുടെ ലിസ്റ്റ്, കൺഫേംഡ് ആവുന്നവരുടെ ലിസ്റ്റ് ഒക്കെ വന്നുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നു അല്ലേ. ഇപ്പൊ ഒന്നുമില്ല. അപ്പം ഇനി OTT 4 ആണ് നമുക്ക് ഇനി കാണാൻ കിടക്കുന്ന ഒരു സീസൺ ബിഗ് ബോസിന്റെ ആയിട്ട്. പിന്നെ ഉള്ളത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 2 തമിഴാണ്. അൾട്ടിമേറ്റ് അറിയാമല്ലോ, അൾട്ടിമേറ്റ് അതും ഏതാണ്ട് ജൂൺ വരെയൊക്കെ പോകുമെന്ന് പറയുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് ഗ്രാൻഡ് ഫിനാലയിൽ പ്രഖ്യാപിക്കാത്ത, ഇത്രയും ഇതുണ്ടോളം. ചിലപ്പോൾ അത് നേരത്തെ നടക്കും, ചിലപ്പോൾ ജൂണൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം അടുത്ത മാസമോ പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും ലോഗോ ഇതൊക്കെ വരാം. എന്തായാലും ആ സീസൺ കൺഫേംഡ് ആണ്. അൾട്ടിമേറ്റ് ഉണ്ട്. അതിനകത്ത് STR ആയിരിക്കും ഹോസ്റ്റ്, സിംബു സിലംബരസൻ ആണ് ഹോസ്റ്റ് എന്ന് കേൾക്കുന്നുണ്ട്. അതും കൺഫേംഡ് പറയാനില്ല. എന്തായാലും വിജയ് സേതുപതി ആവാൻ ചാൻസ് ഇല്ല, കുറേ മൂവീസ് ഉണ്ട്. കമൽഹാസൻ സാർ ഇവിടെ ഇല്ല, പുറത്താണ്, വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഹോസ്റ്റ് STR ആണെന്ന് കേൾക്കുന്നുണ്ട്. അത് വിടാം, ആ കേസ് വിടാം. ദെൻ പിന്നീട് വരാം ഈ 2 ബിഗ് ബോസ് അൾട്ടിമേറ്റും ബിഗ് ബോസ് OTT കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ ഇത് രണ്ടും തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മുടെ മലയാളം ബിഗ് ബോസ് വരത്തുള്ളൂ. ഇത് രണ്ടും തുടങ്ങിയതിന് ശേഷം. ഇതൊക്കെ ഇനി എപ്പോൾ തുടങ്ങാനെന്ന് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല, സത്യം. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടേ മലയാളം ബിഗ് ബോസ് 7 വരെയുള്ള ഒരു ജൂണൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞുകൂടാ, ഭാഗ്യം ഉണ്ടെങ്കിൽ നേരത്തെ വരും, നമ്മുടെ ഭാഗ്യക്കേടിന് ചിലപ്പോൾ തള്ളി പോവുകയും ചെയ്യും. പിന്നെ ഉള്ളത് ബിഗ് ബോസ് തെലുഗു 9 ആണ്. അത് അറിയാമല്ലോ, ഓഗസ്റ്റ് ടൈം, ആ ടൈമിലേ വരത്തുള്ളൂ. പിന്നെ ബിഗ് ബോസ് തമിഴ് 9 ആണ്. അത് എന്തായാലും ഒക്ടോബർ, എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്, ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരും. പിന്നെ കന്നഡ ഇപ്പം തീർന്നതേ ഉള്ളൂ, കന്നഡ വരുന്നതും ആ ഒരു ഒക്ടോബർ ടൈമിലായിരിക്കും. അങ്ങനെയാണ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മലയാളത്തിന്റെ കാര്യം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ ഈ ഇടയ്ക്ക് ആകെ മൊത്തം ഒരുമാതിരി എന്താ പറയാ, അങ്ങനെ ഇരിക്കുകയാണ്. മലയാളം ഒന്നും ഈ ഉടനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഈ വർഷം സീസൺ ഉണ്ട്. ബിഗ് ബോസ് നിർത്തി എന്നാരും പ്രതീക്ഷിച്ചത്. ബിഗ് ബോസ് ഇല്ല, ഇപ്പൊ ബിഗ് ബോസ് നമുക്കില്ല. ഇപ്പൊ ബിഗ് ബോസിന്റെ സീസൺ എപ്പോഴും ബിഗ് ബോസ് ആയിരിക്കും. ഇപ്പൊ ബിഗ് ബോസ് ഇല്ല, അത്രയും മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ഭാഗ്യത്തിന് ലക്കുകൾ പിറക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.